മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഭൂസംരക്ഷണ സേന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ കളക്ടറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സ്ഥലം മാറ്റിയ നടപടി ദുരുദ്ദേശപരമെന്ന അമിക്കസ് ക്യൂറി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ സ്റ്റേ. പള്ളിവാസലിലെ സ്വകാര്യ റിസോർട്ടിന് വേണ്ടി NOC വേണ്ടെന്ന ഡെപ്യൂട്ടി കളക്ടറുടെ നിലപാട് സംശയകരമെന്ന് കോടതി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇക്കാര്യത്തിൽ ഇപ്പോൾ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഭൂസംരക്ഷണ സേന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ കളക്ടറുടെ നടപടിയാണല്ലോ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഭൂസംരക്ഷണ സേന ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കളക്ടർ സ്ഥലം മാറ്റിയിരുന്നു. ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടി അതിൽ ദുരുദ്ദേശം ഉണ്ടെന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് താൽക്കാലികമായിട്ട് കളക്ടറുടെ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ദേവികുളത്ത് ഈ ഭൂമി പരിശോധനയുമായി ബന്ധപ്പെട്ട് ഭൂസംരക്ഷണ സേനാ പ്രവർത്തകർ എത്തുകയും ആ സമയത്ത് അവരെ സ്ഥലം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ഭീഷണി അവിടുത്തെ CPI പ്രാദേശിക നേതാവ് മുഴക്കിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കളക്ടർ 7 ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ ദുരുദ്ദേശമുണ്ടെന്നുള്ള ഒരു നിലപാട് അമിക്കസ് ക്യൂറി ഹൈക്കോടതി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പള്ളിവാസലിലെ സ്വകാര്യ റിസോർട്ടിന് NOC വേണ്ടെന്നുള്ള ഒരു ഡെപ്യൂട്ടി കളക്ടർ ഒരു ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് പരിശോധിച്ചുകൊണ്ട് അമിക്കസ് ക്യൂറി ഇന്ന് ഹൈക്കോടതിയിൽ ഇത് തെറ്റായ ഒരു നടപടിയാണെന്നും ഒരു വാദം ഉന്നയിച്ചു. നിയമോപദേശം മറികടന്നുകൊണ്ടാണ് ഡെപ്യൂട്ടി കളക്ടർ പള്ളിവാസലിലെ സ്വകാര്യ റിസോർട്ടിന് NOC വേണ്ടെന്നുള്ള നിലപാട് സ്വീകരിച്ചത്. അത് നിയമപരമായിട്ട് തെറ്റാണ്, ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് അമിക്കസ് ക്യൂറി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ആ ഫയൽ കൃത്യമായിട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ ആവശ്യമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സംശയകരമായിട്ടുള്ള നടപടിയാണ് അല്ലെങ്കിൽ ഇടപെടലാണ് ഡെപ്യൂട്ടി കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഫയൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിന് വരെ നിർദ്ദേശം നൽകുമെന്നുള്ള ഒരു പരാമർശം, വാക്കാലുള്ള പരാമർശം ഇന്ന് ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. എന്നാലും മൂന്നാർ കയ്യേറ്റ അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ പള്ളിവാസലിലെ സ്വകാര്യ റിസോർട്ടിനെ NOC വേണ്ടെന്നുള്ള നിലപാട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫയല് നിലവിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ഡിവിഷൻ ബെഞ്ച് കടക്കുക. തീർച്ചയായും മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഭൂസംരക്ഷണ സേന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ കളക്ടറുടെ നടപടിയാണ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.